ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേര്. അടിയുടെ ഇടിയുടെ പൊടിപൂരം, ഒപ്പം ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും കിഡിലൻ മേക്കിങ്ങും അതുപോലെ അളിയ ഒരു മാസ് എന്റർടൈനറിന്. അത് മലയാളത്തിന്റെ ഒരേ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കിണ്ണം കാച്ചി ഇടിപ്പടം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർക്കും മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ആഘോഷമായി കാണാൻ പറ്റുന്ന ചിത്രം. അതാണ് വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് രചന നിർവഹിച്ച ടർബോ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ടർബോ ഇടുക്കിയിലെ ഒരു സാധാരണക്കാരനായ ജീപ്പ് ഡ്രൈവറായ അരുവിപ്പുറത്ത് ജോസ് എന്ന ജോസേട്ടന്റെ കഥയാണ് പറയുന്നത്. ജോസേട്ടൻ സുഹൃത്തുക്കളുടെ ജോസേട്ടായി, നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം ടർബോ ജോസ്. ഇഷ്ടമുള്ളവർക്ക് ഒരു ആവശ്യം വന്നാൽ ഇടം വലം നോക്കാതെ എടുത്തു ചാടി ഓരോ വള്ളികൾ പിടിക്കുന്നത് ജോസേട്ടന്റെ ഒരു ഹോബിയാണ്. ഇടിപൊട്ടിയാൽ അതിനൊത്ത നടുക്ക് ജോസ് ഉണ്ടാവും. ആ സമയം ഒരു എക്സ്ട്രാ എഞ്ചിൻ പിടിപ്പിച്ച വണ്ടി പോലെ അയാൾ ഇടിച്ചു കയറും. അങ്ങനെയാണ് ടർബോ ജോസ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. നാട്ടുകാർക്ക് ചെറിയ തലവേദനകൾ കൊടുക്കുന്നതിനിടയിലാണ് ഔട്ട്സൈഡ് കേരള ലിങ്കുള്ള ഒരു വള്ളിക്കെട്ട് ജോസേട്ടൻ കയറി പിടിക്കുന്നത്. അങ്ങനെ അയാൾക്ക് ചെന്നൈയിലേക്ക് വണ്ടി കയറേണ്ടി വരുന്നു. അവിടെ അയാളെ കാത്തിരുന്നത് വള്ളിക്കെട്ടുകളുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു. പിന്നീടുള്ള നോൺ സ്റ്റോപ്പ് ഇടിയുടെ മെഗാ വെടിക്കെട്ടിനാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ മമ്മൂട്ടി എന്ന താരം ശരിക്കും 70 മുകളിലുള്ള ഒരു മനുഷ്യനാണോ എന്ന് പോലും തോന്നിപ്പോയി. അത്രയ്ക്കും എനർജി, അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ്. മമ്മൂട്ടി എന്ന മെഗാ താരത്തിന്റെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് വിവരിക്കാൻ നിന്നാൽ അതൊരു അധികപ്പറ്റാകും. എന്നാൽ പടം തുടങ്ങി രണ്ടാം പകുതിയിലെത്താൻ തുടങ്ങും മുന്നേ മമ്മൂട്ടിക്കൊപ്പം തോളോടൊപ്പം നിൽക്കാൻ വരുന്ന മറ്റൊരു മാസ് കഥാപാത്രമുണ്ട്. വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കറായുള്ള ഒരു കിടിലൻ വില്ലൻ കഥാപാത്രം. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രാജ്ബി ഷെട്ടി ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്ന ആ ഒരു കഥാപാത്രം അടിപൊളിയായിരുന്നു. ഗരുഡഗമന ഋഷഭ വാഹനയിലൊക്കെ നമ്മൾ കണ്ട രാജ്ബി ഷെട്ടിയുടെ കിടിലൻ ഫൈറ്റിന്റെ 2 ഇരട്ടി പവറിലാണ് ഫ്രഷ്നസോടെ വൈശാഖ് നമുക്ക് മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ചെറിയ ചെറിയ നർമ്മരംഗങ്ങളൊക്കെ നിറച്ച് തെലുങ്കു താരം സുനിലും തന്റെ ഭാഗം ഭംഗിയാക്കി. മമ്മൂട്ടിയുടെ ജോസേട്ടനൊപ്പം ജെറി എന്ന കഥാപാത്രമായി ശബരീഷും, ഇന്ദുലേഖ എന്ന കഥാപാത്രമായി അഞ്ജന ജയപ്രകാശും, അമ്മച്ചിയായി ബിന്ദു പണിക്കരും, ഒപ്പം മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കബീർ ദുഹൻ സിംഗ്, ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, നിരഞ്ജന അനൂപ്, ആമിന നിജാം എന്നിവരും എത്തുന്നു. കഥാപരമായി നോക്കിയാൽ പള്ളിപ്പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ഒരു മരണമാസ് ഇടിയുടെ ഇൻട്രോയും കുറച്ച് കോമഡി സിറ്റുവേഷൻസും ക്യാരക്ടർ ബിൽഡപ്സും ഉള്ള ആവറേജ് ആദ്യ പകുതിയും. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ചിലയിടത്ത് കുറച്ച് താഴേക്ക് പോകുന്നതായി ഫീൽ ചെയ്താലും ക്ലൈമാക്സ് എടുക്കുമ്പോൾ വൈശാഖ് എന്ന സംവിധായകന്റെ കൃത്യമായ കാഴ്ചപ്പാടും നിറഞ്ഞ കിഡിലൻ മേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ആക്ഷൻ സിനിമാ പ്രേക്ഷകർക്കും മെഗാസ്റ്റാർ ആരാധകർക്കും എക്കാലവും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു തീപ്പൊരി ക്ലൈമാക്സുമാണ് വൈശാഖ് ഒരുക്കിയിരിക്കുന്നത്. മെഗാസ്റ്റാറിന്റെ ഒരു 1 മാൻ മെഗാ ഷോ തന്നെയാണ് ക്ലൈമാക്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. തകർപ്പൻ ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന താരത്തിന്റെ ആ പവർ പഞ്ചും, ക്രിസ്റ്റോ സേവ്യറിന്റെ കിടിലൻ പശ്ചാത്തല സംഗീതവും, വൈശാഖ് എന്ന സംവിധായകന്റെ കൃത്യമായ കിടിലൻ മേക്കിങ്ങും മറക്കില്ല. മരണമാസ് ചിത്രം ടർബോ കുടുംബ പ്രേക്ഷകർക്കും യൂത്ത് ഓഡിയൻസിനും മനസ്സ് നിറഞ്ഞ് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തകർപ്പൻ വെൽ പാക്ഡ് ആക്ഷൻ എന്റർടൈനർ തന്നെയാണ്. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. കൂടുതൽ റിവ്യൂവിനും സിനിമാ വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.